சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வைத்த ஆசை. ഞങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞ പാട്ടിനെ കുറിച്ച് ഡിസ്കഷന് അവിടെയും കോമഡി പ്രോഗ്രാം ആണ്. അതെ, എന്താ പറയാ, നല്ല കോമഡി സ്റ്റിക്കേഴ്സ് അയക്കുക, ചിരിക്കുക. എക്സാക്ട് പാലക്കാടല്ല, നമ്മുടെ ഇതാണ് പാലക്കാട്. പക്ഷെ എല്ലാം അറിയാം, പാലക്കാട്ട് എല്ലാം. അതെ അതെ, ഓർഡിനറിയില് ബിജുമേനം പറയുന്ന ഭാഷയൊക്കെ നമുക്ക് അറിയാം, പിന്നെ ഒന്നും നമ്മളെടുത്ത് പ്രയോഗിക്കാറില്ല എന്ന് മാത്രം. MC ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമാ ഗാനങ്ങളും ഭക്തി ഗാനങ്ങളും ആലപിച്ച ചിത്ര അരുണാണ്. ചിത്ര പാലക്കാടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ്. നമുക്ക് ചിത്രയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഈ ചിത്ര അരുൺ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അച്ഛനും അമ്മയും ചിത്ര ചേച്ചിയുടെ കട്ട ഫാനായിരുന്നു. കാരണം ആ ഒരു പേര് ഭയങ്കര ചിത്ര അരുൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാട്ടിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അങ്ങനത്തെ ഒരു പേര് അങ്ങനെ ചോദിക്കാറുണ്ട്, പക്ഷെ സത്യത്തിൽ അതല്ല. എന്താ വെച്ചാൽ എന്റെ നാളെ ചിത്തിരയാണ്. അതുകൊണ്ട് ചിത്തിര എന്തോ ദോഷം കുറച്ച് ഉണ്ടെന്ന് പറയും. ഇങ്ങനെ അറിയില്ല കേട്ടോ അതൊക്കെ സത്യമാണോന്ന്. എന്നാലും അപ്പൊ അങ്ങനെ ആ ദോഷം പേര് വിളിച്ച് പേര് ചൊല്ലി പോകുന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. എന്നാലും ചിത്ര ചേച്ചിയുടെ ആ ഒരു എന്താ പറയാ ചിരി, ചിത്ര ചേച്ചിക്ക് നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒരു ചിരിയാണല്ലോ. ആ ചിരി മൊത്തം ചിത്രയിലും ഉണ്ട്. അപ്പൊ പേരിന് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പാട്ടിലേക്ക് എൻട്രി? എങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ പാട്ട് പാടുമായിരുന്നോ? കുട്ടിയിൽ പാടുക അങ്ങനെ ഒരു 4 വയസ്സൊക്കെ ആയപ്പോൾ തൊട്ട് പഠിച്ചിരുന്നു പാട്ട്. അച്ഛൻ്റെ പെങ്ങളുടെ മോള് അവിടെ പാലക്കാട് ചെമ്പൈ കോളേജിൽ അന്നത്തെ ഗാനഭൂഷണം ആയിരുന്നു. അപ്പൊ ജ്യോതി എന്നാണ് പേര്. ജ്യോതി ചേച്ചിയുടെ അടുത്ത് തുടങ്ങി. വെറുതെ അവിടെ ക്ലാസ് ഉണ്ടാവും, സാറ്റർഡേ സൺഡേ എപ്പോഴും ക്ലാസ് ഉണ്ടാവും ജ്യോതി ചേച്ചിക്ക്. അപ്പൊ ആ കൂട്ടത്തിൽ പോയിരുന്ന് തുടങ്ങിയതാണ്. അപ്പൊ ജ്യോതി ചേച്ചിയാണ് ആദ്യത്തെ ഗുരു. അപ്പൊ അന്നൊക്കെ ഭയങ്കര മടിയായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒരു നിർബന്ധം കൊണ്ട് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു 10-21 വയസ്സ് വരെ മടിയായിരുന്നു. ആരെങ്കിലും പാടിയിരുന്നോ വീട്ടിൽ? അച്ഛൻ പാടുമായിരുന്നു, പഠിച്ചിട്ടൊന്നുമില്ല, പാടുമായിരുന്നു. പക്ഷെ നന്നായിട്ട് അച്ഛൻ ഇങ്ങനെ പഴയ സിനിമാ പാട്ടുകളൊക്കെ ദാസാറുടെ കിഷോർദാന്റെ ഒക്കെ പാട്ടുകൾ പാടുന്ന കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറമ്പില് ജോലിയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. പിന്നെ ഇപ്പൊ ഈ അച്ഛന്റെ പെങ്ങളുടെ മോൾ അവരാണ് പാടുക, അവരുടെ മക്കളും ഒക്കെ പാടും. ചിത്രയുടെ വീട്ടില് പെങ്ങന്മാര് അങ്ങനെ സിസ്റ്റേഴ്സ്? എനിക്കൊരു ചേച്ചിയുള്ളത്, അവര് പൂനെയില് സെറ്റിൽഡ്. അവള് പാടും, ഒപ്പോഴും ടാലന്റ് ഉണ്ട്. പക്ഷെ അവള് പഠിച്ചത് ഡാൻസ് ആണ് അന്ന്. ശരി. പക്ഷെ അപ്പൊ വീട്ടില് പാട്ടും ഡാൻസും കൂടെ ആകുമ്പോ അതൊരു വെറൈറ്റി കോമ്പിനേഷൻ. അങ്ങനെയൊന്നുമല്ല, ഓപ്പളെ ഡാൻസ് പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്തിരുന്നു ഓപ്പള്. പിന്നെ അച്ഛൻ സാധാരണ ഗവൺമെന്റ് മാഷാണ് സ്കൂളിലെ. സാമ്പത്തികം അനുവദിക്കാത്തതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എന്നെ വേഗം പാട്ടിലേക്ക് ചേർത്തു. ഡാൻസ് കുറച്ച് നാളെ പഠിപ്പിച്ചിരുന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല ഞാൻ, മടിയുടെ അസുഖങ്ങളുണ്ട്. അരങ്ങേറ്റങ്ങളൊക്കെ കോമ്പറ്റീഷന് വേണ്ടിട്ട്, സ്കൂളിലെ കോമ്പറ്റീഷന് വേണ്ടിട്ട് മോഹിനിയാട്ടം മോഹിനിയാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അരങ്ങേറിയിട്ടില്ല. അന്ന് ഈ ഓപ്പള് ഡാൻസ് ചെയ്യണ കാണുമ്പോ മുല്ലപ്പൂ വെക്കുക, അൽത്തിട, അതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പഠിച്ചപ്പോ മനസ്സിലായത് ബുദ്ധിമുട്ടുള്ള പണി, അതുകൊണ്ട് അത് വേണ്ട. സ്കൂളിൽ പഠിക്കുമ്പം ഏതെങ്കിലും ഇങ്ങനെ പാട്ട് കോമ്പറ്റീഷൻ അങ്ങനെ എന്തെങ്കിലും പോവാറുണ്ട്? അത് കുറെ പങ്കെടുത്തിട്ടുണ്ട്. സബ് ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ. സ്റ്റേറ്റില് A ഗ്രേഡ് ഒക്കെ കിട്ടി. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഒരുപാട് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഒരു ആൺകുട്ടീനെ പോലെയാണ് വളർത്തിയത് എന്നുള്ളത് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ബൈക്കും ജീപ്പും ഒക്കെ ഓടിക്കാൻ ആ കുട്ടിയിലെ പഠിപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ ഈ പറയണ പോലെ രണ്ടാമതൊരു ആൺകുട്ടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ്. എല്ലാ വീട്ടിലുണ്ടല്ലോ ഒരു കുട്ടീനെ ആൺകുട്ടീനെ പോലെ. പക്ഷെ ആ കുട്ടി നല്ല ബോൾഡ് ആയിരിക്കും. അതെ, അപ്പൊ അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ. അങ്ങനെ തന്നെ കേട്ടോ, എനിക്ക് ആ സ്വാതന്ത്ര്യമൊക്കെ തന്നാണ് വളർത്തിയിരിക്കണേ. എനിക്ക് എന്റെയും മനസ്സിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടാവും. നമുക്ക് ആ ധൈര്യം അച്ഛനിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്. ഞാനിപ്പോ അടുത്ത എവിടെയോ ഇങ്ങനെ ഒരു ഇൻസ്റ്റയിലൊറ്റ ഒരു റീലില് കണ്ടിരുന്നു. ഈ
അച്ഛന്മാർ അത്രയും സ്നേഹിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ, പെൺകുട്ടികൾക്ക് കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതൽ. അത് സത്യമാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയില്ലാത്ത വീട്ടിൽ നമുക്ക് ആ ഒരു ആൺകുട്ടീനെ പോലെ ആവണം, അല്ലെങ്കിൽ ആ ഒരു സ്പേസ് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളൊരു. അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും അതെ കേട്ടോ. ഓപ്പോളയാണെങ്കിൽ നല്ല ബോൾഡായിട്ട് തന്നെ വളർത്തിരിക്കണം. അങ്ങനെ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് വേറൊരു രീതിയിലൊന്നും ഒരു ഇതുമില്ല. പിന്നെ നാട്ടുമ്പുറത്തേതായതിപ്പോ അറിയാലോ, പാലക്കാട് വലിയ മൂത്തോര് വന്നു കഴിഞ്ഞാൽ ഇരിക്കരുത്, കാലിന്റെ മേലെ കാലിയേറ്റി വെക്കരുത്, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യം. അത് നമ്മൾ അമ്മയുടെ ഒരു ഇതാണ്. അല്ലാതെ അച്ഛൻ അങ്ങനെ ശരിക്കും ഞങ്ങളെ നല്ല ബോൾഡായിട്ട് തന്നെ. കോളേജിലേക്ക് ഇങ്ങനെ മറ്റേ ബൈക്കിലൊക്കെ പോകുമ്പോ എന്തായിരിക്കും, കാരണം അന്നത്തെ കാലത്ത് ഈ ആ ഒരു പെൺകുട്ടി ബൈക്കിലൊക്കെ വരുമ്പോ അന്ന് അത് റെയറായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പാലക്കാട് ആരും ഇല്ല ബൈക്ക് ഓടിക്കണം. ഞാൻ പക്ഷെ അങ്ങനെ എല്ലാരും ചോദിക്കും അത് അങ്ങനെ ഭയങ്കര ഒരു ഇതായിട്ട്, അങ്ങനെയൊന്നും അല്ല. അച്ഛന് ബൈക്ക് ഉണ്ടായിരുന്നേ, എനിക്കൊരു വണ്ടി ഓടിക്കണം അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു. പണ്ട് ആദ്യം ഞാൻ വണ്ടി ഓടിച്ചത് ഒരു സണ്ണി സിപ്പായിരുന്നു. അന്ന് സണ്ണി സിപ്പ് ഭയങ്കര ഇറങ്ങിയ ഭയങ്കര ഒരു വൈറലായിരിക്കണ സമയമായിരുന്നു. അപ്പൊ ചേച്ചിക്ക് വേണ്ടി അത് വാങ്ങി കൊണ്ടുവന്ന ദിവസം തന്നെ അത് ഓടിക്കാൻ തുടങ്ങി. സൈക്കിൾ ബാലൻസ് നല്ലോണം ഉണ്ടായിരുന്നു. അത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അപ്പൊ അപ്പോഴേ ഓടിക്കുമായിരുന്നു. പഠിക്കുമ്പോ തന്നെ സണ്ണി ഓടിച്ചിരുന്നു. ഓ ശരിയാ. 9 കഴിഞ്ഞിട്ടുള്ള വെക്കേഷനിൽ ജീപ്പ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ബൈക്ക്, അച്ഛന്റെ പുതിയ ബൈക്ക് വാങ്ങിയപ്പോ അത് ജീപ്പും പഠിച്ചു 9ാം ക്ലാസ് ആയപ്പോ. 10ന്റെ വെക്കേഷനിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. വണ്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അച്ഛനും കുട്ടിയിൽ ഇങ്ങനെ, അച്ഛനൊരു ചേതക്ക ഉണ്ടായിരുന്നു അന്ന്. ആ ചേതക്കിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പോ വഴിയിൽ കാണുന്ന എല്ലാ കാറുകളും പറഞ്ഞു തരും. ഇന്നത് പ്രീമിയർ പത്മിനിയാണ്, ഇത് അംബാസിഡറാണ്, അങ്ങനെ എല്ലാം പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് അന്നേ വണ്ടികളോട് ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ബൈക്ക് ഓടിക്കണതിന്റെ ഒരു ഇത് ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഓടിക്കാറുണ്ടോ? ബൈക്ക് ഓടിക്കുകയൊക്കെ ചെയ്യും. ഇഷ്ടമാണ് അത് നമുക്ക്. പിന്നെ ഇപ്പൊ ബൈക്ക് ആരടുത്തും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും പോയി. ഇപ്പൊ ഞങ്ങളെ വിട്ടു പോയിട്ട് ഇപ്പൊ 6 കൊല്ലം ആവണം. ശരിയാണ്. അതിന്റെ ശേഷം ബൈക്ക് പിന്നെ അങ്ങനെ അധികം കൈകാര്യം ചെയ്തിട്ടില്ല. ഈ കോളേജിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഈ എന്താ പറയാ, പാട്ട് കോമ്പറ്റീഷൻസിലൊക്കെ ഒരുപാട് പങ്കെടുക്കുമായിരുന്നു അതോ? എനിക്ക് സത്യത്തിൽ ഞാൻ കോളേജിൽ വരെ പഠിക്കുമ്പോഴും, കോളേജിൽ പഠിക്കുന്ന വരെയും അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കണ വരെയും ഞാൻ കൂടുതൽ ക്ലാസിക്കലാണ് പാടിയിരുന്നത്. അപ്പോൾ നോർമലി ക്ലാസിക്കൽ സിംഗേഴ്സ് ആകുമ്പോൾ നമ്മൾ അധികം റേഞ്ചിലല്ല പാടുക. കുറച്ച് ബേസ് ആയിട്ടുള്ള ഒരു, അതായത് 5 കെട്ടാന്നൊക്കെ പറയും, ജിയിലൊക്കെയാണ്. അപ്പോൾ ജിയൊക്കെ ആയിരുന്നു എൻ്റെ അന്നത്തെ മാക്സിമം ശ്രുതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഫിലിം സോങ്സ് ഒന്നും അങ്ങനെ പാടാൻ പറ്റില്ല. അങ്ങനെ ഒരു തോന്നലായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ യാദൃശ്ചികമായിട്ടാണ് PR മുരളി എന്ന് പറയുന്ന മ്യൂസീഷ്യൻ ത്രൂ ആണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ആൽബം സോങ്സിലൂടെയാണ്. അതെ. ഞാൻ ഗാനമേളയിൽ പോലും അങ്ങനെ പാടിയിട്ടില്ല അതിന് മുന്നേ. കല്യാണത്തിന് മുന്നേ, കല്യാണം കഴിഞ്ഞ് തീർച്ചയായിട്ടും അരുണിന്റെ ഒപ്പം എറണാകുളത്തേക്ക് വന്നതാണ് ഒരു, നമ്മൾ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് എന്ന് പറയണ പോലെ എറണാകുളത്തേക്ക് വന്നതാണ് ഒരു വലിയ. അപ്പൊ ഈ ആൽബം സോങ്സ് എനിക്ക് തോന്നുന്നു ദൈവം തന്ന അതാണോ? അത് മൂന്നാമത്തെ പാട്ടാണ്. അതിന്റെ മുന്നേ 1-2 അമ്പലത്തിന്റെ നടയിൽ വെച്ചിട്ട് പാടിയ ഒരു പാട്ട്, ആൽബം സോങ്, അതായത് ഫസ്റ്റ് സോങ് തോന്നുന്നു അല്ലേ? അത് നന്ദഗോപനന്ദന എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ് ഞാൻ ആദ്യം പാടിയത്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പാട്ട്, പിന്നെ അല്ലാതെ പുറമേന്ന് അത് ട്രാക്ക് ഞാൻ കുറെ ഇങ്ങനെ പാടിയിരുന്നു ആദ്യം. അപ്പൊ അവര് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രാക്ക് അല്ല, സിനിമയ്ക്കല്ല, ആൽബംസിന് വേണ്ടി. അപ്പൊ അത് ഒരെണ്ണം പാടി, അതിലപ്പോ കുറെ ട്രാക്കുകൾ പാടിയപ്പോ എന്നാ ഈ കുട്ടിയെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കാം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു പാട്ട് പാടുന്നത് ആൽബത്തില്. അത് ഞാനും ദുർഗ വിശ്വനാഥും കൂടിയാണ്. അന്ന് ദുർഗയൊക്കെ സെലിബ്രിറ്റിയാണ്, ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അന്ന് ആ ഒരു ഡ്യുവറ്റ് പാടണേ. അങ്ങനെ പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോരോ പാട്ടുകളായിട്ട്. അത് അന്നത്തെ ഹിറ്റ് പാട്ടുകളിൽ പെട്ട പാട്ടുകളായിരുന്നു തോന്നുന്നു അന്നത്തെ സ്കൂൾ. അതല്ല, ആ ഹിന്ദു ഡിവോഷനിലല്ല, ഈ ദൈവം തന്നതല്ല, അതൊന്നുമാണ് ആദ്യത്തെ. അത് ഞാൻ 3ാമത് പാടുന്ന പാട്ടാണ്. അപ്പൊ അത് ഈ പറയണ പോലെ വേറെ ഒരു സിംഗർ പാടാനിരുന്നതായിരുന്നു എന്നൊക്കെ പിന്നെ കേട്ടിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്തോ തൊണ്ടയ്ക്ക് വയ്യാതെ വന്നിട്ട് പെട്ടെന്ന് എടുക്കും വേണം ആ പാട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിച്ച് പാടിപ്പിച്ചതാണ്. പിന്നീടാട്ടോ ഞാൻ ആ കഥ. അന്നിപ്പോ ഇതൊന്നും നമ്മൾ അറിയില്ലല്ലോ, വിളിക്കണു പോയി പാടാനുള്ളൊരു യോഗവും വേണം, പാടണമെന്നുള്ളത് ഒരു തലവരെ തോന്നുന്നു. അതെ. ആ പാട്ടിന്റെ ഒരു 4 വരി ഒന്ന് പാടാമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ
ലിറിക്സ് എന്തൊരു ലിറിക്സ് ആണ് അതിന്റെ. അതായത് ഒരു വിശ്വാസിയായിട്ടുള്ള എല്ലാവർക്കും മനസ്സിൽ തട്ടുന്ന ഒരു വരിയാണ്. ഒരുപാട് പേര് അതെ 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 നമുക്കൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് ജീവിതത്തോട് ഒരുപാട് അല്ലേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വരികൾ. ലിറിക്സ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണോ സിനിമയ്ക്കുള്ള കോള് വന്നത് ഈ പാട്ടിന്റെ? അങ്ങനെയല്ല, അതങ്ങനെ ഗ്രാജുവലി സംഭവിച്ചതാണ്. അപ്പൊ ഈ പാട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ലിറിക്സിന്റെ കാര്യം പറഞ്ഞപ്പോ രാജേഷ് അത്തിക്കായും ജോജി ജോൺസ് ആ കൂട്ടുകെട്ടിലുണ്ടായി. രാജേഷ് അത്തിക്കായത്തിന്റെ വരികൾ, ജോജി ജോൺസിന്റെ സംഗീതം. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് സിനിമയിലല്ലെങ്കിലും പാരലായിട്ടുള്ള മ്യൂസിക്കിലാണ് എനിക്ക് ഹിറ്റ്സ് ഉള്ളത്. അപ്പോൾ അതില് എല്ലാ പാട്ടും മിക്കവാറും പാട്ടുകൾ ഹിറ്റായിട്ടുള്ള പാട്ടുകളെല്ലാം ഈ സെയിം കൂട്ടുകെട്ടിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ്. അതൊരു എന്താ പറയാ അതൊരു ലക്കാണ് തീർച്ചയായിട്ടും. അത് ഭാഗ്യം മാത്രമാണ്, ഈശ്വരാനുഗ്രഹം അത്രേ വിചാരിച്ചു. സിനിമയിലേക്കുള്ള ഒരു എങ്ങനെയായിരുന്നു ആ ഒരു കോള് എൻട്രി എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് ഈ പറയണ പോലെ തന്നെ ചിത്രചേച്ചി പാടാനിരുന്ന പാട്ടായിരുന്നു ശരിക്കും. ഹൗസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ടിനി ടോമും ജ്യോതിർമയും കൂടി അഭിനയിക്കുന്ന ഒരു പാടായിരുന്നു. അപ്പൊ അതില് മ്യൂസിക് ചെയ്ത് റാം സുരേന്ദർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള റാം ചേട്ടനാണ്. അപ്പൊ അങ്ങനെ സ്റ്റുഡിയോയിൽ ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടി ട്രാക്ക് പാടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ട്രാക്കാ പാടിയ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ. അപ്പൊ പാടിയപ്പോ അവർക്ക് അന്ന് ഭയങ്കര ഇഷ്ടമായി. അവര് പ്രൊഡ്യൂസറൊക്കെ വിളിച്ച് സംസാരിക്കുക. അപ്പൊ എന്തായാലും ചിത്രചേച്ചിക്ക് പാടാനുള്ളതായതുകൊണ്ട് ഓക്കെ, അപ്പൊ അത് വേറെ വഴിയൊന്നുമില്ല, നമുക്ക് ഇനി വേറെ ഏതെങ്കിലും വർക്ക് വരുമ്പോ കൂടാം എന്നൊക്കെ പറഞ്ഞു. എനിക്കും പക്ഷെ അന്ന് അങ്ങനെ സിനിമയിലൊന്നും പാടിക്കുന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിലും ഇല്ല, അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഇന്നിപ്പോ പാടി ട്രാക്ക് പാടി പൈസ കിട്ടി, ഞാൻ ഹാപ്പി വീട്ടിൽ പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പിന്നെ എന്തോ കാരണവശാൽ ചിത്രചേച്ചിക്ക് അത് പാടാൻ പറ്റാതെ വന്നു. ചേച്ചി എന്തോ പുറത്ത്, അപ്പൊ അവർക്കത് ആ ഒരു സമയത്ത് റിലീസ് ചെയ്യും വേണം. അപ്പൊ അങ്ങനെ പിന്നെ വീണ്ടും അവര് എന്നെ കൊണ്ട് തന്നെ പാടിക്കാന്ന് തീരുമാനിച്ചത്. വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ചിത്രചേച്ചിക്ക് പകരമായിട്ടാണ് ആദ്യത്തെ പാട്ട് അങ്ങനെ വന്നത്. അതെ അതെ അതെ. ശരി ശരി. ഈ പകരന്നൊന്നും പറയാൻ അത് എന്തോ ഒരു ചിത്രചേച്ചിയുടെ കൂടെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ചിത്രചേച്ചി കാണും സ്റ്റേജിൽ ഓഡിയൻസിൽ ഇരിക്കുമ്പോ തന്നെ ചിത്ര പാടിയ പാട്ടുണ്ടല്ലോ അല്ലെ? ചേച്ചി പാടിയ പാട്ടെന്നെ പാടണതേ. അതാ ഞാൻ പറഞ്ഞത്, ചേച്ചിയുടെ ഭയങ്കര ഒരു അതെ അതെ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു അതെ അതെ. പക്ഷെ നമുക്ക് എന്തായാലും ചേച്ചിയുടെ മുന്നിൽ പാടുമ്പോ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും അതെല്ലാവർക്കും ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചേച്ചി അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ പറഞ്ഞത്? പാട്ട് പാടി അയ്യോ ചേച്ചി അങ്ങനെ ഇനിയിപ്പോ കുഴപ്പമുണ്ടെങ്കിൽ പോലും കുഴപ്പമുണ്ടെന്ന് പറയില്ല. അതേത് പാട്ടായിരുന്നു അത്? കാതിൽ തേൻമഴ. അത് യൂട്യൂബിൽ കിടക്കണതാണ്. വേറെ കുറെ പാട്ടുകൾ പാടി, വേറെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ചേച്ചിക്ക് അതൊക്കെ സഹിക്കേണ്ടി വന്നു. സ്റ്റേജ് ഷോസിന്റെ കാര്യം പറയുമ്പോഴാണ്, എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് സ്റ്റേജ് ഷോസ് ആയിട്ട്? അയ്യോ അങ്ങനെ കൊറേ ഒന്നുമില്ല, കുറച്ച് UAE കുറെ ചെയ്തിട്ടുണ്ട്, പിന്നെ അയർലൻഡ്, UK, മലേഷ്യ, അങ്ങനെയൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോ അവര് എന്താ പറയാ, ഇത് പാട്ടാണ് കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്നത്. ചിത്രയുടെ സൗണ്ടില് വേറെ എന്റെ മെലഡിയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട്. പക്ഷെ ഇപ്പൊ മൊത്തത്തില് രീതികളൊക്കെ മാറിയില്ല, ഇപ്പൊ എല്ലാരും അടിപൊളി പാട്ട് ചോദിക്കണവരുണ്ട്. ഉണ്ട് അതിപ്പോ എന്തായാലും. പക്ഷെ ഇപ്പൊ ഒരു രീതികളെല്ലാം മാറി, പ്രോഗ്രാമിന്റെ രീതികളെല്ലാം മാറി. അതുകൊണ്ട് എന്നാലും എനിക്ക് കംഫർട്ടബിൾ മെലഡി പാടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ സൗണ്ടിന് നമുക്കിപ്പോ എത്രയാണെങ്കിലും സെൻസിറ്റീവ് ആണ്. ഞാൻ ഇപ്പൊ UK എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, UK പോകുമ്പോ അവിടെ എപ്പോഴും ഒരു കോൾഡ് ക്ലൈമറ്റ് ആണ്. അയ്യോ അത് ദാസാറുടെ ഷോ ഈ പറയണ പോലെ അതൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ഭയങ്കര അത്യാഗ്രഹം, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷെ എന്നാലും എവിടെയെങ്കിലും ഒരു ദാസാറുള്ള വേദിയിൽ പ്രെയർ ഒക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ദാസാറുടെ കൂടെ ഒരു വരിയെങ്കിലും സ്റ്റേജിൽ പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നടക്കില്ല എന്നുള്ളതൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പൊ പക്ഷെ അത് ഈ പറയണ പോലെ 3 ഷോ ദാസാറുടെ ഒപ്പം ചെയ്യാനുള്ള ഒരു, ഒന്ന് ഹൈദരാബാദ്, പിന്നെ അയർലൻഡ്, UK. അപ്പൊ ഞങ്ങള് അയർലൻഡ് പോയി, നല്ല തണുപ്പാ അവിടെ. നവംബർ ഒക്ടോബറിലാണ് പ്രോഗ്രാം. ഒക്ടോബർ 13, 11 ആയിരുന്നു ഷോ, ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് അവിടെ പോയ സമയത്ത് ഈ പറയണ പോലെ അയർലൻഡിലെ പ്രോഗ്രാം കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളവിടെ എത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് UK പ്രോഗ്രാം ആയപ്പോഴേക്കും
ഞാൻ വെറുതെ 4 ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തിറങ്ങി എന്നുള്ളതാണ് കാരണം. നമുക്ക് അത്രയും തണുപ്പ് പരിചയമില്ലല്ലോ. അതെ അതെ അതെ. അങ്ങനെ പിന്നെ തൊണ്ട ആകെ പ്രശ്നമായി, വേദനയായി, ഇൻഫെക്ഷൻ, പിന്നെ ആന്റിബയോട്ടിക് ഒക്കെ കരുതിയിരുന്നു. സംശയം തോന്നിയപ്പോൾ തന്നെ കഴിച്ചു. പിന്നെ പ്രാർത്ഥനയോട് പ്രാർത്ഥന, എന്തോ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് കുഴപ്പമൊന്നും പാടാൻ പറ്റി. അയ്യോ, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മൾ എപ്പോഴും ചൂടുവെള്ളം കയ്യിൽ പിടിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിലേ ചിലപ്പോ ഈ പറയണ പോലെ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുത്താലും ചിലപ്പോ പണി കിട്ടും. ദാസാരത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? കൂടെ നിന്ന് സ്റ്റേജിൽ പാടുമ്പോൾ ചിത്രേച്ചയുടെ മുന്നിൽ പാടുന്നതിനേക്കാളും ആദ്യത്തെ പ്രോഗ്രാം ശരിക്കും ഭയങ്കര, ഞാൻ പ്രാക്ടീസിന് പോയി പേടിച്ചിട്ട് എനിക്ക് ഒന്നും പാടാൻ പറ്റുന്നില്ല. പിന്നെ അന്ന് പ്രാക്ടീസ് കഴിഞ്ഞ് റൂമിൽ പോയി എല്ലാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പിന്നെ ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു, നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല, പാടിയേ പറ്റൂ. പാടി വന്നു, എന്തായാലും പാടി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും കുറച്ച് രണ്ടാമത്തെ ഷോ, അയർലൻഡിലെ ഷോ ആയപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. ആദ്യത്തെ ഷോയ്ക്ക് ശരിക്കും കുറച്ച് നല്ലോണം പേടിച്ചു. ദാസാറും പിന്നെ ആരൊക്കെയായിരുന്നു അന്നത്തെ? അന്ന് ദാസാറ്, മൃദുല, ഞാന്, ഞങ്ങൾ 3 പേരെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അയർലൻഡില് ദാസാറ്, വിജയ് യേശുദാസ്, ഞാന്. അപ്പൊ ഒരുപാട് സിംഗേഴ്സിന്റെ കൂടെയുള്ള സ്റ്റേജ് അതുണ്ട്. ജയേന്ദ്രൻ സാർ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു പിതൃതുല്യനാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വലിയൊരു സാറിന്റെ കൂടെ ഒരുപാട് നല്ല അനുഭവങ്ങള് ഉണ്ട്. എന്നെ ഒരു മോളെ പോലെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് മ്യൂസിക്കലിയും ഒക്കെ ഒരുപാട് ഒരു മെന്ററാണ് എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ട്? എപ്പോഴും എന്ന് പറഞ്ഞ പോലെ, ഡെയിലി എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ കുറച്ചു നാളായിട്ടാണ് അങ്ങനെ ഫ്രീക്വൻസി കുറഞ്ഞത്. സാറിന്റെ അവിടുന്ന് കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ടിപ്സ് സാറൊരു എന്താ പറയാ, ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു സിംഗറാണ്. അത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടിപ്സ് അല്ല, സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാന്ന് കേട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവരോട് കുറെ സംസാരിക്കുകയും ചെയ്യും. അതെ, സാറിന്റെ കൂടെ അങ്ങനെ ഒരു മൊമെന്റ്സ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം അത്രയും ലെജൻഡ് ആയിട്ടുള്ളൊരു ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം ഇപ്പൊ ശരിക്കും ഈ പാട്ട് ദൈവം തന്നതല്ലാതൊന്നുള്ള പാട്ട് ശരിക്കും ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ട് തോന്നും എപ്പോഴും. അത് ഭയങ്കര ഒരു ഈ എല്ലാ കാര്യങ്ങളും ഇപ്പം പാലക്കാട് അറിയാലോ, നമ്മൾ അങ്ങനെ അന്നൊന്നും അങ്ങനെ ഗാനമേളയ്ക്ക് പോവാ, സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നൊരു പരിപാടി കുറവാണ്. ജോയിന്റ് ഫാമിലിയും കൂടി ആവുമ്പോൾ നമ്മുടെ മുതിർന്ന ആൾക്കാർ, അപ്പൂപ്പൻ അമ്മൂമ്മ, അവരെ എല്ലാവരും ഞങ്ങൾ ശരിക്കും എല്ലാവരും ഒരു കോമ്പൗണ്ടിലാണ്, പക്ഷെ എല്ലാവരും വേറെ വേറെ വീട്ടിലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ രാത്രി ഒരു 7 മണി അല്ലെങ്കിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോവാന്നൊരു ഏർപ്പാടില്ല. അങ്ങനെ ഇപ്പം അച്ഛനാണെങ്കിലും അങ്ങനെ രാത്രി എവിടെയും പോകണ ഒരു വളരെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ ദൂരയാത്രകളൊക്കെ പോയ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ അന്നും ഗാനമേള കേൾക്കാൻ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രിറ്റീസിനൊന്നും പാലക്കാട് കാണാൻ നമുക്ക് എളുപ്പമല്ല. അങ്ങനെ ഷോസും ഒക്കെ കുറവാണ് അവിടെ, അങ്ങനെ വലിയ ഷോസ്. പക്ഷെ സംഗീതത്തിനോട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കൂടുതൽ ഒരുപാട് സംഗീതജ്ഞരുള്ള ഒരു സ്ഥലമാണ് അവിടെ. കൂടുതലും ക്ലാസിക്കലാണ്. കർണാട്ടിക് ആണോ മെയിൻ ആയിട്ട് പഠിച്ചത്? പഠിച്ചത് അതായിരുന്നു. ഇപ്പൊ പിന്നെ ഇതാണ് ചെയ്യണത്. ഈ തമിഴിലേക്ക് പിന്നെ വല്ല എൻട്രിയും എന്തെങ്കിലും കുറച്ച് ആൽബം സോങ്സ് ഒക്കെ പാടി. ആണല്ലേ? ശരി ശരി. അപ്പൊ ഇഷ്ടമുള്ള ഏതെങ്കിലും തമിഴ് പാട്ടുകൾ ഒരു 4 വരി ഒന്ന് പാടാമോ? പാടാം. നമ്മുടെ മിൻമിൻ ചേച്ചി പാടി ഹിറ്റാക്കിയ പാട്ട്. ചിന്ന ചിന്ന ആസൈ சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை, வெண்ணிலவ தொட்டு முத்தமிட ஆசை, என்ன இந்த பூமி சுற்றி வர ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഈ സമയത്ത് എല്ലാവർക്കും പാടാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ടുമാണ്. ഒരു പെപ്പി, അന്നത്തെ കാലത്ത് ഒരു ഭയങ്കര വ്യത്യസ്തതയുള്ള ഓർക്കസ്ട്രേഷനും സംഗീതവും. അതെ എനിക്ക് തോന്നുന്നു ആ റോജ സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല അടിപൊളിയായിട്ടുള്ള